അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫെയർസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ന്യൂസസ് നോക്കാം. നമ്മൾ മൺഡേയിലെയും സൺഡേയിലെയും കൂടി ഉള്ള കറണ്ട് അഫെയർസ് ആണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള 7th മാർച്ചിനെ പറ്റിയിട്ടാണ്. 7th മാർച്ച് എന്ന് പറയുന്നത് എന്താണ്? ജന ഔഷധി ദിവസമാണ്. അപ്പോൾ ജന ഔഷധി ദിവസത്തിൽ നമ്മൾ മെയിനായിട്ടും ഈ ഒരു ഡേ നമ്മൾ കാണുന്നത് എന്തായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കീമിനെ പറ്റിയിട്ട് അതിനൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജനറിക് മെഡിസിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ കണക്കാക്കുന്നത്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്കീമിനെ പറ്റിയിട്ടാണ് അത് പറയുന്നത് വെച്ചാൽ പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജന എന്ന് പറയുന്ന സ്കീമുണ്ട്. ഈ സ്കീം എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൺസ്യൂമേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ട് മെഡിസിൻസ് ആയിക്കോട്ടെ, അതുപോലെ സർജിക്കൽ ഐറ്റംസ്, മറ്റ് കൺസ്യൂമബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിന് കൊടുക്കുക, അതുപോലെ ക്വാളിറ്റി മെഡിസിൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജന എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കീമിനെ പറ്റിയിട്ട് അതിൻ്റെ അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ ജനറിക് മെഡിസിൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ കാണുന്നൊരു ദിവസമാണ് 7th മാർച്ച് ജന ഔഷധി ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് പറഞ്ഞാൽ ജന ഔഷധി സാസ്തി ഫി ബരോസ്മന്ത് ഫി സെഹത് കി ബാത് ബച്ചത് കെ സാത്ത് എന്നുള്ളതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഇനി ഈ സ്കീം ലോഞ്ച് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. 2008 അവരത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് അതിനകത്തുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത്, കൊളാബറേറ്റ് ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത്. ഇൻ 2015 ജന ഔഷധി സ്കീമിനെ നമ്മൾ റീവാമ്പ് ചെയ്ത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ പേര് മാറ്റി പ്രധാനമന്ത്രി ജന ഔഷധി യോജന എന്ന് അതിൻ്റെ പേര് മാറ്റി. ജന ഔഷധി സ്കീം എന്ന് പറഞ്ഞതിൻ്റെ പേര് മാറ്റി പ്രധാനമന്ത്രി ജന ഔഷധി യോജന എന്നാക്കിയത് 2015 2016 വീണ്ടും അതിൻ്റെ പേര് മാറ്റി പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജന എന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മാർച്ച് 8 എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് മാർച്ച് 8 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തീം നോക്കുകയാണെങ്കിൽ എന്താണ് തീം എന്ന് പറഞ്ഞാൽ റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ തീം. ഇനി ആ ദിവസം നമ്മളാണെങ്കിൽ ഒരു ഗ്ലോബൽ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് ടു ഗെയിൻ എന്നുള്ളതാണ് നമ്മുടെ ഗ്ലോബൽ ക്യാമ്പയിൻ്റെ തീം. നമ്മൾ ഈ ദിവസം നമ്മൾ എന്നാണ് റെക്കഗ്നൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1977 യുണൈറ്റഡ് നേഷനാണ് ഇത് റെക്കഗ്നൈസ് ചെയ്തത്. ഇത് എന്താണ്, നമ്മൾ 13th ആനിവേഴ്സറി ഓഫ് ദി ബീജിംഗ് ഡിക്ലറേഷൻ്റെ പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ, ആ ഒരു ബീജിംഗ് ഡിക്ലറേഷൻ്റെ 13th ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ആ ഒരു ദിവസം, നമ്മൾ ഈ ഒരു ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീജിംഗ് ഡിക്ലറേഷൻ്റെ 13th ആനിവേഴ്സറി ആണ്. ബീജിംഗ് ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ നമ്മൾ കണക്കാക്കാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹോഴ്സ്, അതായത് നമ്മുടെ നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഹോഴ്സ് ആണ് ഫാൻസി എന്ന് പറഞ്ഞത്. അതിന് 37 വയസ്സുണ്ട്. അതിനിപ്പോൾ എന്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. ഫാൻസി എന്ന് പറയുന്നതാണ് ഈ കുതിരയ്ക്ക്, അതിന് 37 വയസ്സുണ്ട്. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ലിവിങ് ഹോഴ്സ് ആണ് ഫാൻസി എന്ന് പറയുന്നത്. അതിന് അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. ഏപ്രിൽ 2026 ആകുമ്പോഴത്തേക്ക് അതിന് എത്ര വയസ്സാണ്? 38 വയസ്സാകും എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും വയസ്സ് പ്രായമുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹോഴ്സ്, അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. അതിൻ്റെ പേരാണ് ഫാൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി സെൻട്രൽ കമാൻഡ് കണ്ടക്ട് ഇറ്റ്സ് ഫസ്റ്റ് എവർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവ് ഇൻ ലക്നൗ. ഇപ്പോൾ ഇന്ത്യൻ ആർമി ആണെങ്കിൽ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവ് ലക്നൌവിൽ ഉത്തർപ്രദേശിൽ വെച്ച് നടത്തി. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ ഓർഗനൈസ് ചെയ്തത് ഏത് തീമിൻ പ്രകാരമാണ്? സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എമർജിംഗ് മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ തീമിൻ്റെ ബേസ്ഡാണ്, അതിനനുസരിച്ചാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഈ ഒരു ഇൻട്രാക്ഷൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്പെഷ്യൽ ഇൻട്രാക്റ്റീവ് സെക്ഷൻ അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി, സ്ട്രക്ചർ, പ്രോസസ്, പ്രിപ്പയർഡ്നെസ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഇപ്പോൾ ഓരോ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അവിടുത്തെ ഒരു സ്ട്രക്ചേഴ്സ്, പിന്നെ ഓരോ പ്രോസസ്സ്, എങ്ങനെയൊക്കെ പ്രിപ്പയർഡ്നെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ അതിനകത്ത് ആ ഒരു ഡിസ്കഷൻ, ആ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ആർമി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവ് ആണ്. അത് അവരുടെ ആദ്യത്തെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവ് ആണ്. ലക്നൌവിൽ വെച്ചിട്ടാണ് അത് അവർ കണ്ടക്ട് ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് ടാഡ് മിസൈൽ സിസ്റ്റത്തെ പറ്റിയാണ്.
ഈ ടാഡ് മിസൈൽ സിസ്റ്റം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മിസൈൽ സിസ്റ്റമാണ് ടാഡ് മിസൈൽ സിസ്റ്റം എന്ന്. അപ്പോൾ ടാഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ അത് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ഡിഫൻസ് പ്ലാറ്റ്ഫോമാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇപ്പോൾ മിസൈൽ ത്രെട്ടുകളൊക്കെ വരുന്നതിന് അതിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡെവലപ്പ് ചെയ്താണ് ഈ ടാഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറാൻ എന്ത് ചെയ്തു? അതിനെ ഡിസ്ട്രോയ് ചെയ്തു. ഇറാൻ ഹാസ് ഡിസ്ട്രോയ്ഡ് ദ കീ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് റാഡർ സിസ്റ്റം യൂസ്ഡ് ബൈ ദ US. യു എസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബലിസ്റ്റിക് മിസൈൽസുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയും അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടും അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ടാഡ് സിസ്റ്റത്തെ ആര് ഡിസ്ട്രോയ് ചെയ്തു? ഇറാൻ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടാഡ് മിസൈൽ സിസ്റ്റം ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ US ആണ് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അബ്രിവേഷൻ എന്താണ്? ദ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ ടാഡ് യൂസസ് ഹിറ്റ് ടു കിൽ എന്ന് പറയുന്ന ടെക്നോളജിയാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ടാഡ് ക്യാൻ എൻഗേജ് ബാലിസ്റ്റിക് മിസൈൽ ടാർഗറ്റ് അറ്റ് റേഞ്ച് ഓഫ് റഫ്ലി 150 to 200 കിലോമീറ്റർ ഉള്ള ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ടാർഗറ്റ് മിസൈൽസിനെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് ഈ ഒരു മിസൈലിന് പറ്റും. അതുപോലെ വരുന്ന വേറൊരു മിസൈലാണ് ബ്ലൂ സ്പാരോ മിസൈൽ എന്ന് പറഞ്ഞത്. Israel reportedly used the Blue Sparrow missile to kill Ayatollah Ali Khamenei in Tehran recently. അപ്പോൾ Ayatollah Ali Khamenei കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രയേൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു മിസൈലാണ് ബ്ലൂ സ്പാരോ മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എയർ ലോഞ്ച് ബലിസ്റ്റിക് മിസൈൽസ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള 3 മിസൈൽസിനകത്ത് പെടുന്ന ഒരെണ്ണമാണ് ഈ പറഞ്ഞ ബ്ലൂ സ്പാരോ മിസൈൽ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന മറ്റ് 2 എണ്ണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് സ്പാരോയും സിൽവർ സ്പാരോ, അങ്ങനെ 3 എണ്ണം. ഇതിന് 3 എണ്ണമായിട്ടുള്ള ഒരു ഫാമിലി, ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ് ഈ ബ്ലൂ സ്പാരോ മിസൈൽ. അതിനകത്തുള്ള മറ്റ് 2 എണ്ണം ഏതൊക്കെയാണ്? ബ്ലാക്ക് സ്പാരോയും പിന്നെ സിൽവർ സ്പാരോയും. ഇത് ഡെവലപ്പ് ചെയ്തത് റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ആണ് ഡെവലപ്പ് ചെയ്തത്. ഇസ്രയേലിലെ ഡിഫൻസ് ടെക്നോളജി കമ്പനിയാണ് ഈ പറയുന്ന റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു 3 എയർ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ് ബ്ലൂ സ്പാരോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അയത്തുള്ള അലി ഖമനി, ടെറൈനിൽ വെച്ച് അയത്തുള്ള അലി ഖമനി എന്ന് പറയുന്ന ആളെ കൊല്ലാൻ ഉപയോഗിച്ചിട്ടുള്ള മിസൈലാണ് ബ്ലൂ സ്പാരോ മിസൈൽ എന്ന് പറയുന്നത്. It is typically launched by fighter aircraft including Israel's F-15 jet. F-15 jet പോലത്തെ ഇസ്രയേലിൻ്റെ ആ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ability to exist and re-enter the atmosphere complicate the interception by air defense system. Air defense system ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഇവർക്ക് എന്താണ് എക്സിറ്റ് ചെയ്യാനും റീ എൻറ്റർ ചെയ്യാനുമുള്ള എബിലിറ്റി ഉണ്ട്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് നോക്കിയില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ബ്ലൂ സ്പാരോ മിസൈൽ ആരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചത്? അയത്തുള്ള അലി ഖമനിയെ കൊല്ലാൻ വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് പഠിക്കുക. പിന്നെ 3 എയർ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈലിൻ്റെ ഭാഗമാണ് ഈ ബ്ലൂ സ്പാരോ മിസൈൽ. മറ്റ് 2 എണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് സ്പാരോയും സിൽവർ സ്പാരോയും. ഇത് ഡെവലപ്പ് ചെയ്തത് ഇസ്രയേലിൻ്റെ തന്നെ ഡിഫൻസ് ടെക്നോളജി കമ്പനി ആയിട്ടുള്ള റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അത്രയും നോക്കുക. അടുത്ത നമ്മൾ പറഞ്ഞ 7 years ഓഫ് സ്വയറ്റ് ഇനിഷ്യേറ്റീവ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഗവൺമെൻറ് ഈ മാർക്കറ്റ് പ്ലേസ് സെലിബ്രേറ്റ് ചെയ്തത് ഏത് ഇനിഷ്യേറ്റീവാണ്? സ്വയറ്റ് ഇനിഷ്യേറ്റീവ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാർട്ടപ്സ് വുമൺ യൂത്ത് അഡ്വാൻറ്റേജ് ത്രൂ ഈ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ അകത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് 2019 അത് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ 2026 ആകുമ്പോഴത്തേക്കും 7 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഈ ഒരു മിഷനകത്ത് വരുന്ന ഇറ്റ് democratize the government procurement by enabling startups, women entrepreneurs, youth micro and small enterprises, self-help group and last mile sellers to directly participate in public procurement ecosystem through government e-marketplace. അപ്പോൾ ഗവൺമെൻറ് ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ ഈ പറയുന്ന വുമൺ എൻ്റർപ്രണേഴ്സിനായിക്കോട്ടെ, യൂത്തിനായിക്കോട്ടെ, മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്കൊക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ പറഞ്ഞ സ്വയറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ്. പ്രത്യേകിച്ച് യൂത്തിനും അതുപോലെ സ്ത്രീകൾക്കും ഒക്കെ ഉള്ള അവരുടെയൊക്കെ അങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. നമ്മളുടെ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റിനായിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് ഈ ഒരു സ്വയറ്റ് ഇനിഷ്യേറ്റീവ് തരുന്നത്.
എന്താ ഈ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, മാർക്കറ്റ് പ്ലാറ്റ്ഫോമാണ്. 2016 ഇത് എന്ത് ചെയ്തത്, നമ്മൾ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഇത് എന്താണ് നമുക്ക് ഗവൺമെന്റ് മിനിസ്റ്ററീസ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഒക്കെ അവർ എന്താണ് അതിൻ്റെയൊക്കെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ പ്രൊക്യൂർമെന്റ് നമുക്ക് ഇതിനകത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. It was developed by the Directorate General of Supplies and Disposals. Director General of Supplies and Disposal ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് വിത്ത് ടെക്നോളജിക്കൽ സപ്പോർട്ട്. എവിടുന്നാണ് ടെക്നോളജിക്കൽ സപ്പോർട്ടാണ് അവർ ഉപയോഗിച്ചത്? നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷനിലെ ടെക്നോളജിക്കൽ സപ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഈ പറഞ്ഞ സ്ത്രീകൾക്കും അതുപോലെ തന്നെ യൂത്തിനും അവരുടെ എന്റർപ്രൈസസ് ഒക്കെ ആണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് സ്വായത്ത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം, അമിത്ഷാ ആണെങ്കിൽ എന്താണ് എന്ത് ഇനാഗ്രേറ്റ് ചെയ്തു? സൾഫ്യൂരിക് ആസിഡ് പ്ലാന്റ് അറ്റ് IFFCO പരാദ്വീപ്. അപ്പം IFFCO പരാദ്വീപിൽ വെച്ച് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് പ്ലാന്റ് ഇനാഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത് എവിടെയാണ്? ഒഡീഷയിലെ പരാദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. IFFCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാർമർ ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. അവിടെയാണ് ഈ ഒരു സൾഫ്യൂരിക് ആസിഡ് പ്ലാന്റ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒക്കെ അങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെയൊക്കെ പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു റോ മെറ്റീരിയൽ, വളരെ കീ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ലോഞ്ച് ചെയ്തതാണ് മീ ഹെൽത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരള ഹെൽത്ത് ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്ത ഈ ഒരു ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഗവൺമെന്റ് ഹെൽത്ത് ഫെസിലിറ്റീനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് യൂസേഴ്സിന് എന്താണ് അവരുടെ ഒരു 10 കിലോമീറ്റർ അടുത്തുള്ള നിയർ ബൈ ഹോസ്പിറ്റൽസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അവിടുത്തെ സ്പെഷ്യൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ലബോറട്ടറി ടെസ്റ്റുകൾ അവിടെ നടത്തുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ ബ്ലഡ് ബാങ്ക്, റേഡിയോളജി യൂണിറ്റ്, ഫാർമസി, പേ വാർഡുകളെ പറ്റിയിട്ടും ഒക്കെ എന്താണ് ഇതിനകത്ത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരള ഗവൺമെൻറ് ആണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. ഇത് മെയിനായിട്ട് നമ്മുടെ അടുത്ത് നിയർ ബൈ ഹോസ്പിറ്റൽസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടി, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി കർണാടക എന്ത് പ്രപ്പോസ് ചെയ്തു? കർണാടകസ് പ്രപ്പോസൽ ടു ബാൻ സോഷ്യൽ മീഡിയ ഫോർ ചിൽഡ്രൻ അണ്ടർ 16. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണം എന്ന് കർണാടക ചീഫ് മിനിസ്റ്റർ 2026-27 കർണാടക സ്റ്റേറ്റ് ബഡ്ജറ്റിൽ അദ്ദേഹം അനൗൺസ് ചെയ്തു. അപ്പോൾ അവരെന്താ തീരുമാനിച്ചിരിക്കുന്നത്? 16 വയസ്സ് താഴെയുള്ള കുട്ടികളിൽ ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് അത് ബാൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, സൈബർ ബുള്ളിങ്ങിൽ നിന്നും, മിസ് ഇൻഫർമേഷൻ എക്സ്പോഷറിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓൺലൈൻ എൻഗേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മെൻ്റൽ ഇഷ്യൂസിൽ നിന്നുമൊക്കെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു ഇനിഷ്യേറ്റീവ് മുൻപോട്ട് വെച്ചത്. അപ്പോൾ ഏത് സ്റ്റേറ്റാണ് സോഷ്യൽ മീഡിയ 16 വയസ്സുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണം എന്ന് ഏത് സ്റ്റേറ്റാണ് പ്രപ്പോസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കർണാടകയാണ് അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞത് വെരി ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. സ്റ്റേറ്റ് ആൻഡ് ഡിഫൻസ് മേജർ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റ് എന്ന് പറഞ്ഞ ബെൽ എന്ന് പറയുന്ന അവര് അതുപോലെ തന്നെ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ബെലാട്രിക്സ് എയറോസ്പേസും കൂടെ സൈൻ ചെയ്തിട്ട് അത് പ്രകാരം അവർ ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിക് സിസ്റ്റമാണ് വെരി ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കൊളാബറേഷനിൽ ഇവർ രണ്ടുപേരുടെ ഈ പറഞ്ഞ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും അതുപോലെ ബെലാട്രിക്സ് എയറോസ്പേസും കൂടെ തമ്മിലുള്ള ഈ ഒരു കൊളാബറേഷനിൽ അവർ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ആണ്. നെക്സ്റ്റ് ജനറേഷൻ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമുകളെ അവർ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് കമ്പൈൻ ഹൈ ആൻഡ് ഡിഫൻസ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് വിത്ത് ഇന്നോവേറ്റീവ് സാറ്റലൈറ്റ് പ്രൊപ്പുലേഷൻ ടെക്നോളജി. നമ്മൾ ഇതിനകത്ത് അവർ എന്താ വെച്ചാൽ ഒരു ഹൈ എൻഡ് ഡിഫൻസ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ആണ് അവർ ചെയ്യുന്നത് വിത്ത് ഇന്നോവേറ്റീവ് സാറ്റലൈറ്റ് പോപ്പുലേഷൻ ടെക്നോളജി. നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈ ലെവൽ ഓഫ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ഈ പറയുന്ന വെരി ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റിക് സിസ്റ്റത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ കമ്പനീസ് തമ്മിലാണ്, ആരാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
ആരൊക്കെ തമ്മിൽ ജോയിൻ്റ്ലി ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്? ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും സ്പേസ്ടെക് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ബെലാട്രിക്സ് എയറോസ്പേസും കൂടെ ചേർന്നിട്ട് അവർ രണ്ടുപേരും ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് മിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വെരി ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ജി സ്പൈഡർ റോബോട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞത്. ജി സ്പൈഡർ റോബോട്ട് എന്ന് പറയുന്നത് റീസെൻ്റ്ലി അണ്ടർ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാസ് ഡിപ്ലോയിഡ് AI പവേർഡ് ജി സ്പൈഡർ റോബോട്ട്. അപ്പോൾ നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 എന്ന് പറയുന്ന മിഷൻ്റെ അണ്ടറിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ത് ഡിപ്ലോയ് ചെയ്തു? AI പവേർഡ് ജി സ്പൈഡർ റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്തു. ഇതെന്ന് പറഞ്ഞ ഒരു ഓട്ടോമേറ്റഡ് കനാൽ ക്ലീനിങ് റോബോട്ടാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കനാലൊക്കെ ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണ്. ക്രിയേറ്റഡ് ബൈ ജെൻ റോബോട്ടിക് ഇന്നോവേഷൻസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കനാലൊക്കെ ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണ് ഈ പറയുന്ന ജി സ്പൈഡർ റോബോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇത് ഡിപ്ലോയ് ചെയ്തത്. ഇറ്റ് ഈസ് എഞ്ചിനീയർഡ് ടു ഓപ്പറേറ്റ് ഇൻ കോംപ്ലക്സ് ഹൈ റിസ്ക് കനാൽ എൻവയോൺമെന്റ് വിത്തൗട്ട് എനി ഹ്യൂമൻ എൻട്രി. അതായത് ആളുകളൊന്നും തന്നെ എൻട്രി ചെയ്യാതെ വളരെ റിസ്ക്കിലുള്ള കനാൽ എൻവയോൺമെന്റിലൊക്കെ അല്ലെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു ഫംഗ്ഷൻ എഫിഷ്യൻ്റ്ലി ഈവൻ ഡ്യൂറിംഗ് ദ ഹൈ വാട്ടർ ലെവൽ. നല്ല ഹൈ വാട്ടർ ലെവലിലും അതൊരു കണ്ടിന്യൂസ് ഫ്ലോ ഉള്ള കണ്ടീഷനിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരാണ് ഇത് ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ കേബിൾ ഡ്രൈവൻ പാരലൽ റോബോട്ടിക്സ് ആർക്കിടെക്ചർ ആൻഡ് പവർഡ് ബൈ AI എനേബിൾഡ് വിഷൻ ആൻഡ് സെൻസർ ഇൻ്റലിജൻസ്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ കേബിൾ ഡ്രൈവൻ പാരലൽ റോബോട്ടിക്സ് ആണ് ഇത് എന്ത് ചെയ്തത്? ബിൽഡ് ചെയ്തത്. അവരാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ പറയുന്ന എന്തിനെ പറ്റിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബലേന്ദ്ര ബാലൻ ഷാ, ലീഡർ ഓഫ് ദി രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി RSP is set to become the next Prime Minister of Nepal. അപ്പോൾ നേപ്പാളിലെ പ്രൈം മിനിസ്റ്ററിൽ കാൻഡിഡേറ്റ് ആയിട്ട് രാഷ്ട്രീയ ഭാരത പാർട്ടിയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ബലേന്ദ്ര ഷായാണ് നമ്മൾ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് മെമ്പർ ഫ്രം ദി ജാപ്പ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എലക്ട് ചെയ്തിരിക്കുന്ന ബലേന്ദ്ര ഷായാണ്. അപ്പോൾ അയാളായിരിക്കും ഇനി നെക്സ്റ്റ് നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ ആവാനായിട്ട് പോകുന്നത്. അപ്പം ഇയാളെ ആണെങ്കിൽ എലക്ട് ചെയ്യുകയിൽ ഏത് പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി RSP പാർട്ടിയിൽ പെടുന്ന ആളാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജാപ്പ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആൾ എലക്റ്റഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ആളായിരിക്കും ഇനി നെക്സ്റ്റ് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ആവാൻ പോകുന്നത്. അടുത്ത ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിനെ പറ്റി നമ്മൾ പറഞ്ഞത്. നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അനൗൺസ് ദ ഫസ്റ്റ് എവർ ഖേലോ ഇന്ത്യൻ ട്രൈബൽ ഗെയിംസ്. അപ്പോൾ ആദ്യത്തെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് എവിടെ വെച്ച് നടക്കാൻ പോവാണ്? ഛത്തീസ്ഗഡിൽ വെച്ചിട്ട്. എന്ന് മുതൽ എന്ന് വരെ? 25 മാർച്ച് മുതൽ 6 ഏപ്രിൽ 2026 നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഖേലോ ഇന്ത്യൻ ട്രൈബൽ ഗെയിം നടക്കാൻ വേണ്ടി. അപ്പോൾ ഖേലോ ഇന്ത്യൻ ട്രൈബൽ ഗെയിം ആദ്യത്തെ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഛത്തീസ്ഗഡിൽ വെച്ചിട്ട്. എന്ന് മുതൽ എന്ന് വരെയാണ്? 25 മാർച്ച് മുതൽ 6 ഏപ്രിൽ 2026 വരെയാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ മൾട്ടി സ്പോർട്സ് ഇവൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ടു ട്രൈബൽ അത്ലറ്റ്സ്. നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ട്രൈബൽ അത്ലറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ടും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർഗനൈസ് ചെയ്യുന്ന ഖേലോ ഇന്ത്യൻ സ്കീമാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഇത് എൻ്റെ നോഡൽ മിനിസ്ട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് ആണ്. ഹോസ്റ്റ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റേപൂർ, പിന്നെ ജഗദൽപൂർ, പിന്നെ സർഗുജ. ഇതൊക്കെയാണ് സിറ്റീസ് എന്ന് പറഞ്ഞത്. സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ് സ്റ്റേറ്റിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ ആയിട്ടുള്ള സ്മൃതി മന്ദാനയ്ക്ക് ആണെങ്കിൽ എന്താണ് ആളുടെ അതേ രൂപത്തിലുള്ള ഒരു ബാർബി ഡോൾ ഓണർ ആൾക്ക് കിട്ടിയിരിക്കുകയാണ്. മേക്കിംഗ് ഹിസ്റ്ററി ആസ് എ ഫസ്റ്റ് വുമൺ ക്രിക്കറ്റർ ടു റിസീവ് ദിസ് ട്രിബ്യൂട്ട്. ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് റിസീവ് ചെയ്ത ഫസ്റ്റ് വുമൺ ക്രിക്കറ്റർ എന്നുള്ള ഒരു ഹിസ്റ്ററി കൂടി ആൾക്ക് കിട്ടുകയാണ്. അപ്പം എന്താണ് സ്മൃതി മന്ദാനയ്ക്ക് ആണെങ്കിൽ ആളുടെ അതേ രൂപത്തിലുള്ള ഒരു ബാർബി ഡോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ എന്താണ് വുമൺ ക്രിക്കറ്ററിൽ ഇങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയ ആദ്യത്തെ വുമൺ ക്രിക്കറ്ററാണ് സ്മൃതി മന്ദാന എന്ന് പറയുന്നത്. സൃഷ്ടി ശർമ്മ സെറ്റ് ഫാസ്റ്റസ്റ്റ് 50 മീറ്റർ ലിംബോ സ്കേറ്റിംഗ് വേൾഡ് റെക്കോർഡ്. അപ്പോൾ ഇന്ത്യൻ റോളർ സ്കേറ്റർ ആയിട്ടുള്ള സൃഷ്ടി ദാമേന്ദ്ര ശർമ്മയ്ക്ക് ആൾക്ക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുകയാണ്. ഈ ലിംബോ സ്കേറ്റിങ്ങിൽ ഏറ്റവും 50 മീറ്റർ ലിംബോ സ്കേറ്റിംഗ് വേൾഡ് റെക്കോർഡാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. ദ ഫാസ്റ്റസ്റ്റ് ടൈം ടു സ്കേറ്റ് അണ്ടർ ദ ഡിസെൻഡിങ് പോൾ ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 50 മീറ്റർ ഇൻ ജസ്റ്റ് 7.46
സെക്കൻഡ്സ്. അപ്പോൾ 7.46 സെക്കൻഡിനുള്ളിൽ 50 മീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ആൾ സ്കേറ്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടൈമിൽ സ്കേറ്റ് ചെയ്തതിനാണ് ആൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ജോർജ് റിസൽട്ട്സ് വിൻ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2026. അപ്പം അതിൽ നമ്മൾ പറഞ്ഞത് ജോർജ് റൂസലിനെ എന്താണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2026 വിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ജോർജ് റൂസൽ എന്ന് പറഞ്ഞ ആൾ എന്താ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2026 വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ക്ലാസ്.